ബിഗ് ബോസ് വീട്ടിലെ നന്മ മരങ്ങളെ കണ്ട് ഞാൻ അങ്ങ് എന്താ പറയാ വിജൃംഭിച്ചിരിക്കുകയാണ്. ഓഫ് എന്നാ ഒരു സ്നേഹമാണെന്നേ നെവിൻ്റെ അടുത്ത്. ഇത്രയും സ്നേഹം നെവിൻ ഇവരോടൊക്കെ ഉണ്ടായിരുന്നു എന്ന് സത്യത്തിൽ പുറത്തിറങ്ങി ഈ ലൈവും വീഡിയോ ഒക്കെ കാണുമ്പോൾ നെവിൻ പോലും ഞെട്ടിപ്പോവും. പക്ഷെ എൻ്റെ പൊന്നെ ആങ്ങളൈ പെങ്ങളൈ പാശം എന്നാ പാശമാന്നേ. എനിക്ക് വയ്യ. ഏറ്റവും കൂടുതൽ സങ്കടം ആർക്കെന്നറിയാം, നമ്മുടെ അപ്പാനിക്ക് ചങ്ക് തകർന്നിരിക്കുകയാണ് നെവിൻ പോയതുകൊണ്ട്. അക്ബറിനാണെങ്കിൽ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ബിന്നിയുടെ കരച്ചിലാണ് കാണാൻ പറ്റാത്തത്. ജിസയിലാണെങ്കിൽ ഇനി അങ്ങോട്ട് ഉറങ്ങൂല, ഉണ്ണൂല. അവിടെ ആര്യനാണെങ്കിൽ നെവിൻ പോയത് കാരണം ചങ്ക് പെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഒണിയിലാണെങ്കിൽ കാലൂന്നി നിൽക്കാൻ കൂടി വയ്യ, അത്രയും ഇങ്ങനെ വിറയലാണ്. പക്ഷെ എൻ്റെ പൊന്നേ, ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ച ഒരാൾ ശൈത്യയാണ്. കരഞ്ഞങ്ങോട്ട് തകർക്കുകയാണ് നെവിൻ പോയത് കാരണം. അതായത് നെവിന് 4-3-7 വോട്ട് പുറത്തുണ്ടെന്ന് ഇവർക്ക് അറിയാം. ആ വോട്ടിന് വേണ്ടിയാണ് ഈ സകല നാടകങ്ങളും. എന്തൊക്കെയാ ഡയലോഗ്, മനുഷ്യത്വം, മറ്റേത്വം, മറിച്ചേത്വം. എൻ്റെ പൊന്നടാവേ, ഇങ്ങനെ മനുഷ്യർക്ക് ഫേക്ക് ആകാൻ പറ്റുമെന്നാണ്. റിയൽ ഇമോഷൻസ് കാണിക്കടേ. അവിടെ ഒരു ഗെയിം അല്ലേ. ഒരു കണ്ടസ്റ്റന്റ്, ഒരു എതിരാളി പോയി. ഈ നെവിൻ ഇത്രയും കാലം നോമിനേറ്റ് ചെയ്തവരൊക്കെയോ നെവിൻ ഔട്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ നന്മ മരങ്ങളായോ? അപ്പോൾ പെട്ടെന്നങ്ങ് നെവിന്റെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായി സംസാരിക്കുന്നുണ്ടല്ലോ. എന്തേ അനുമോളുടെ സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അനുമോൾക്ക് ഒരു അവസരം കൂടെ കൊടുക്കൂ ബിഗ് ബോസ്, തെറ്റ് തിരുത്തട്ടെ ബിഗ് ബോസ് എന്നെന്തേ പറയാത്തത്? അപ്പോൾ ഇതൊന്നും അല്ല. വോട്ട് മുഖ്യം ബിഗിലേ. സത്യത്തിൽ ഇപ്പൊ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകുമായിരിക്കും അവിടെ എത്ര ഫേക്ക് ആയിട്ടുള്ള മനുഷ്യന്മാർ നിൽക്കുന്നുണ്ടെന്ന്. വോട്ടിന് വേണ്ടി മാത്രമാണ്. ഇന്ന് രാവിലെയും കൂടെ നെവിനെ തെറി വിളിച്ച ആൾക്കാരുണ്ട്. നെവിൻ ഫുഡ് തരാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോയ ഒണിയിൽ, അതുപോലെ നെവിനുമായിട്ട് ഉടക്കിട്ട നമ്മുടെ ആര്യന്റെ ഒക്കെ സങ്കടമാണ് സഹിക്കാൻ പറ്റാത്ത നെവിൻ പോയതിൽ. വോട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് ഇവർ കാണിക്കുന്നത് ആലോചിച്ച് നോക്കൂ. മനുഷ്യരെ മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെയാണ് പറ്റുന്നത്. അവിടെ കുറച്ചെങ്കിലും ജെന്യൂനായിട്ട് ഉള്ള കാര്യം പറഞ്ഞ് നിൽക്കുന്നത് ആദില, നൂറ, എനിക്ക് തോന്നുന്നു ഷാനവാസ് ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അനീഷ് ഒന്നും മിണ്ടുന്നില്ല. ഓവർ ഡ്രാമയും ഷോയും ഒന്നും ഇതുവരെ ഇറക്കിയിട്ടില്ല. അനുമോൾ ആ ഷോക്കിൽ അങ്ങനെ കറണ്ട് അടിച്ച പോലെ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ബാക്കിയുള്ളവരുടെ നാടകം അസഹനീയമാണ് കേട്ടോ. സീരിയസ്ലി അസഹനീയമായ നാടകമാണ്. നെവിൻ പോയതിൽ ഉള്ളിൽ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവർ ഇപ്പം ട്രൈ ചെയ്യുന്നത് എന്തിനാണ്? നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് ഉറപ്പുവരുത്താനാണ്. അപ്പാനിയുടെയൊക്കെ ഡ്രാമ. അപ്പാനി ശരിക്കും ഒരു മികച്ച നടനാണെന്ന് ബിഗ് ബോസിനകത്തും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.